കേരളത്തിൽ ഏകദേശം 300ഓളം വനാതിർത്തികൾ പങ്കിടുന്ന പഞ്ചായത്തുകൾ ഉണ്ട്. പഞ്ചായത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കൂടിയിരിക്കലും വനവകുപ്പുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഞാൻ പഞ്ചായത്ത് വകുപ്പിനകത്തും പറയുമ്പോൾ പറയാറുണ്ട്, പഞ്ചായത്തുകൾ ചുമതലയേറ്റ് അവരുടെ ഉത്തരവാദിത്തങ്ങളൊന്ന് ആരംഭിക്കാൻ തുടങ്ങുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങളിലായിപ്പോയി പഞ്ചായത്തുകാരെല്ലാവരും. അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഇപ്പോൾ ഒരുമിച്ചൊരു ട്രാക്കിലേക്ക് വരുന്നൊരു സമയമാണ്. ആ സമയത്ത് തന്നെ ഈ വനാതിർത്തികളിൽ ഉള്ള പഞ്ചായത്തുകൾ അഭിമുഖീകരിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു വയനാട്ടുകാരനായതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. വയനാട്ടിലെ അടക്കമുള്ള അത്തരം പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ, അതുമായി നിരന്തരമായി പഞ്ചായത്തുകളൊക്കെ കേൾക്കുന്ന പഴിയും പ്രശ്നങ്ങളുമൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പം അതിനൊരു ധാരണയും കൃത്യമായ ഒരു ബോധവും, പ്രത്യേകിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീമൊക്കെ നമ്മൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമൊക്കെ നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അത് എങ്ങനെയാവണം, ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തു, എങ്ങനെ ആയിരിക്കണം ഇത് നല്ല നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഈ അനാവശ്യമായി ഇതിൻ്റെ മറവിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ അടുത്ത് ഒരു മീറ്റിങ്ങിനകത്ത് ഞാൻ കേട്ടൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ വന്യമൃഗങ്ങൾ നമ്മളെ വന്ന് മനുഷ്യരുമായിട്ട് നിരന്തരമായ സംഘർഷത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് എനിക്ക് വേറെ വ്യത്യസ്തമായൊരു അഭിപ്രായം എനിക്ക് പറയുന്നത്, നമ്മൾ ക്യാബിനറ്റ് ഒരിക്കൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ വന്യമൃഗങ്ങൾ വന്ന് ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് പലയിടത്തും ഉണ്ട്. അല്ലാതെ നമ്മൾ തിരിച്ച് പലയിടങ്ങളിലും വന്യമൃഗങ്ങളിലേക്ക് കടന്നു കയറുന്ന പ്രശ്നങ്ങളും പലയിടത്തും. അത് നമ്മൾ പഞ്ചായത്തുകാരും ഉത്തരവാദപ്പെട്ട ആളുകളുമാണെന്ന് ഞാൻ പറയണില്ല. അതും ഈ രണ്ട് സൂക്ഷ്മതയും ഒരുപോലെ പാലിക്കപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മളുടെ ഈ എൻവയറമെന്റൽ സിസ്റ്റവും നമ്മളുടെ പ്രകൃതിയും ഈ ചുറ്റുപാടുകളും ഒക്കെ എങ്ങനെയാണ് സംഘർഷരഹിതമായിട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് ശാസ്ത്രീയമായി തന്നെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ മാത്രം എപ്പോഴും കുറ്റക്കാരല്ല എന്ന് വിചാരിക്കരുത്. നമ്മളുടെ അടുത്ത് നിന്ന് വരുന്ന കുറ്റങ്ങളുണ്ട്, അതും സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളൊക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വയനാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം, വയനാട്ടിലൊക്കെ നിയമത്തെ ഒരു പൊതുമാനദണ്ഡത്തിൽ കാണുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പം ഈ അടുത്ത വയനാട്ടിലുണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡിങ് പോലും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. വയനാട്ടിനെ ഒരു പക്ഷേ തിരുവനന്തപുരത്തോ എറണാകുളത്തോ കോട്ടയത്ത് നമുക്ക് വിട്ടേക്കാം, അതിനുള്ള പ്രദേശം പോലെ വയനാട്ടിനെ കാണുമ്പോൾ വയനാട്ടിലെ പ്രകൃതി വ്യത്യസ്തമായ ഒന്നാണ്. അവിടെ ജീവിച്ചു വളർന്ന ഒരാളെന്നുള്ള എനിക്ക് നന്നായിട്ടറിയാം. അവിടെ വന്നിട്ടുള്ള നിരവധി കമ്മീഷനുകളുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗഡ്സിൽ പാലിക്കേണ്ടുന്ന നിരവധി മര്യാദകളുണ്ട്. ഇതെല്ലാം ഒരു പൊതുമാനദണ്ഡത്തിൽ എല്ലായിടത്തും ഒരേപോലെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സംഘർഷങ്ങൾ അത് മൃഗങ്ങളായിട്ടും മനുഷ്യരുമായിട്ടും ഉണ്ടാവുക, മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വാസ്ഥ്യവും ബുദ്ധിമുട്ടുകളും ഒക്കെ മൃഗങ്ങൾ വഴി കെട്ടുപോവുക എന്നതൊക്കെ പ്രശ്നം തന്നെയാണ്. പക്ഷെ ആ പ്രശ്നം സംഘർഷഭരിതമായിട്ടല്ല പരിഹരിക്കപ്പെടേണ്ടത്. പരമാവധി അത് നമ്മളുടെ ഈ ഭൂമിയുടെ, പ്രകൃതിയുടെ, പരിസരത്തിന്റെ ഒക്കെ ഒരു നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടതാണ്. ബഹുമാന്യനായ മന്ത്രി അത് വലിയ കൺസേൺ ഉള്ള ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലോകത്ത് തന്നെ ഇപ്പൊ ഏറ്റവും അവസാനം UAE ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനത്തിലെ ഒരു ത്രെട്ടായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത് പോലും കാർബണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. വനത്തിന് അതിന് കൊടുക്കാവുന്ന സംരക്ഷണം എത്ര വലുതാണ് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ പരിരക്ഷിച്ചു പോകേണ്ടതുണ്ട്. ഒപ്പം മനുഷ്യന്റെ സ്വാസ്ഥ്യമുള്ള ജീവിതം നിലനിന്ന് പോകേണ്ടതുണ്ട്. അപ്പം അതിന് ഏതൊക്കെ തരത്തിലാണ് പഞ്ചായത്തുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാവുക? പ്രത്യേകിച്ച് ഇപ്പം BB ഗ്രാം പദ്ധതിയൊക്കെ വരികയാണ്. BB ഗ്രാം ജി പദ്ധതികളൊക്കെ നമ്മളുടെ ഗ്രാമങ്ങളിലേക്കും പഞ്ചായത്തുകളിലേക്കും വരുന്ന സമയത്ത് ഈ വനാതിർത്തികളിൽ വനത്തിനകത്ത് തന്നെ സംരക്ഷിതമായിട്ടുള്ള മേഖലകളിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി ആളുകൾ പണിയെടുക്കുകയും അവർക്ക് അവസരങ്ങളൊക്കെ ലഭിക്കുകയും പഞ്ചായത്തുകൾക്ക് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ച് അതേസമയത്ത് വനാതിർത്തികളിലെ പഞ്ചായത്തുകൾക്ക് നേരെ തിരിച്ചുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ ബഹുമാന്യനായ പുകടേന്തി ഒക്കെയാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അവർ അവതരിപ്പിക്കുകയും അത് മന്ത്രി പറഞ്ഞു അതിന്റെ പ്രസന്റേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പഞ്ചായത്തിന്റെ ഏത് തരത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെയാണ് ഇത് വേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നാട്ടിന്റെ എൻവയറമെന്റൽ സിസ്റ്റത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ പഞ്ചായത്തുകളും വനം വകുപ്പും ഒക്കെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പഞ്ചായത്തിന് അതിന് വലിയ പങ്കുണ്ട്. നമ്മുടെ നാടിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും സഹകരണങ്ങളൊക്കെ പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ, മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ അവരൊക്കെ അത് ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇതിലെ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളും ഇതിൽ ഗൈഡൻസ് നൽകേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർ സംസാരിക്കും. ബഹുമാനിയായിട്ടുള്ള ഈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ദിവ്യൊക്കെ അടക്കമുള്ള ടിങ്കു ഇവിടെ വരുമെന്ന് പറയുന്നു. അവരൊക്കെ ഉണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. അപ്പം എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ മന്ത്രിയെ ഔപചാരികതയ്ക്ക് വേണ്ടി ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ബഹുമാനായ ഷിബു വിജയനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.